ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ക്രാനിയൽ നെർവസിനെ പറ്റി ആദ്യം ഒന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്രാനിയൽ നെർവസ് സാധാരണ എല്ലാ എക്സാമിനും മിനിമം ഒരു ക്വസ്റ്റ്യൻ ക്രാനിയൽ നെർവസിൽ നിന്ന് ചോദിക്കാറുണ്ട്. നമുക്കറിയാം 12 ക്രാനിയൽ നെർവസ്, അതുപോലെ 31 പേഴ്സ് ഓഫ് സ്പൈനൽ നെർവസ് ആണ് നമുക്കുള്ളത്. ക്രാനിയൽ നെർവസ് നമുക്ക് പഠിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഈ ഒരു വാക്ക് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് വേണമെങ്കിൽ ഊട്ട FVGVAH എന്ന് പഠിക്കാം. ഇത് നമ്മുടെ ഓരോ ക്രാനിയൽ നെർവിന്റെയും ആദ്യത്തെ അക്ഷരം പഠിക്കാനുള്ള എളുപ്പത്തിനാണ് ഇത് പഠിക്കുന്നത്. കാരണം 5th ക്രാനിയൽ നെർവ്, 7th ക്രാനിയൽ നെർവ്, 10th ക്രാനിയൽ നെർവ്, ഈ 3 ക്രാനിയൽ നെർവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നേരത്തെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. 5th ക്രാനിയൽ നെർവ് ഏതാണെന്ന് ചോദിക്കുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഈ ഒരു കോഡ് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് ഓർത്തു വെക്കാം. ഊട്ട FVGVAH. അതിൽ ആദ്യത്തെയാണ് ഓൾഫാക്ടറി നെർവ്. സ്മെല്ലാണ് ഓൾഫാക്ടറി നെർവ്. സ്മെൽ ഫംഗ്ഷൻ ആണ്. ഓൾഫാക്ടറി നെർവിന്റെ ഫംഗ്ഷൻ ആണ് സ്മെല്ല്. ഒപ്റ്റിക് നെർവിന്റെ ഫംഗ്ഷൻ ആണ് വിഷൻ. ദെൻ തേർഡ് ഒക്യുലോമോട്ടോർ നെർവ്. മോട്ടോർ ഫംഗ്ഷൻ ആണ് റൈസസ് അപ്പർ ഐലിഡ്, കൺസ്ട്രിക്ട്സ് പ്യൂപ്പിൾ, ഐ ബാൾ ടേൺ അപ്പ് ആൻഡ് ഡൗൺ. അപ്പൊ ഒക്യുലോമോട്ടോർ നെർവില് ഐബോൾ ടേൺ അപ്പ് ആൻഡ് ഡൗൺ ആണെന്ന് പ്രത്യേകം ഓർത്തു വെക്കുക. കാരണം ട്രോക്ലിയർ നെർവ് അടുത്ത നെർവാണ്. ട്രോക്ലിയർ നെർവ് മോട്ടോർ നെർവാണ്. ഐബോൾ ടേൺ ഡൗൺവേർഡ് ആൻഡ് ലാറ്ററലി. അപ്പൊ അപ്പ് ആൻഡ് ഡൗൺ വരുമ്പോൾ ഒക്യുലോമോട്ടർ നെർവും, ലാറ്ററലി വരുമ്പോൾ ട്രോക്ലിയർ നെർവും ആണെന്ന് ഓർത്തു വെക്കുക. ചിലപ്പോൾ ചോദിക്കാം. ഇനി 5th ക്രാനിയൽ നെർവാണ് ട്രൈജെമിനൽ നെർവ്. ട്രൈജെമിനൽ നെർവാണ് 5th ക്രാനിയൽ നെർവ്. പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. 5th ക്രാനിയൽ നെർവ് ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ട്രൈജെമിനൽ നെർവ്. ട്രൈജെമിനൽ ന്യൂറോളജി എന്നുള്ള കണ്ടീഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് നമ്മുടെ ഫേസിലും നമ്മുടെ കഴുത്തിന്റെ ഭാഗത്തൊക്കെ പെട്ടെന്ന് പെയിൻ വരുന്ന ഒരു കണ്ടീഷനാണ്. ഈ ട്രൈജെമിനൽ നെർവ് ഒക്ലൂഷൻ ഉണ്ടാകുമ്പോഴാണ് ട്രൈജെമിനൽ ന്യൂറോളജി എന്നുള്ള കണ്ടീഷൻ ഉണ്ടാകുന്നത്. ഈ ഒരു നെർവ് നമ്മുടെ കോർണിയ, അതുപോലെ സ്കിൻ ഓഫ് ഫോർഹെഡ്, സ്കാർപ്പ്, ഐലിഡ്സ് ആൻഡ് നോസ്, മാക്സില, മെയിൻ ആയിട്ട് മാക്സിലയും നമ്മുടെ ജോ ഏരിയയിലുമാണ് പ്രത്യേകിച്ചും ഈ ഒരു നെർവിന്റെ ഫംഗ്ഷൻ. ട്രൈജെമിനൽ നെർവ് 5th ക്രാനിയൽ നെർവാണ്. എസ്പെഷ്യലി നമുക്ക് ഈ ഒരു പേഷ്യൻസ്, ട്രൈജെമിനൽ ന്യൂറോളജി ഉള്ള പേഷ്യൻസ് ഫേസ് വാഷ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു പല്ല് തേക്കുമ്പോഴുള്ള സഡൻ പെയിൻ ആയിട്ട് ഉണ്ടാകുന്നതായിരിക്കും. ആ നെർവ് ഒക്ലൂഷൻ മൂലമാണ്. ഇത് പെയിൻ പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സർജറി ചെയ്തിട്ടാണ് ഈ ഒരു പെയിൻ മാറ്റുന്നത്. ദെൻ 6th ക്രാനിയൽ നെർവാണ് അബ്ഡുസൻസ് നെർവ്. അത് ഓൾസോ മോട്ടോർ നെർവാണ്. ലാറ്ററൽ റെക്ടസ് മസിൽ, അതുപോലെ ഐബോൾ ടേൺസ് ലാറ്ററലി, അബ്ഡുസൻസ് നെർവിന്റെ ഫംഗ്ഷൻ ആണ്. ഈ ഫംഗ്ഷൻ ഒക്കെ ഒന്ന് വായിച്ചു വെക്കുക. എല്ലാ ക്രാനിയൽ നെർവും ഒന്ന് ഓർഡറിലായിട്ട് പഠിക്കുക. പ്രത്യേകിച്ചും 5th, 7th, 10th ക്രാനിയൽ നെർവ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 7th ക്രാനിയൽ നെർവ് ഫേഷ്യൽ നെർവാണ്. പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. മസിൽസ് ഓഫ് ഫേസ് ആൻഡ് സ്കാർപ്പ്. 8th ക്രാനിയൽ നെർവ് വെസ്റ്റിബുലോ കോക്ലിയർ നെർവ് ആണ്. ഹിയറിംഗ്. വെസ്റ്റിബുലോ കോക്ലിയർ നെർവ് ഹിയറിംഗ് ആണ്. ഓർഗൻ ഓഫ് കോട്ടിയുടെ ഭാഗത്തുള്ള ഫംഗ്ഷൻ ഒക്കെ വെസ്റ്റിബുലോ കോക്ലിയർ നെർവ് ആണ്. ഹിയറിംഗിനെ പറ്റിയാണ്. 9th ക്രാനിയൽ നെർവാണ് ഗ്ലോസോ ഫാരിഞ്ചിയൽ നെർവ്. സ്വോളോവിംഗ് ആൻഡ് ടേസ്റ്റ് ആണ് ഗ്ലോസോ ഫാരിഞ്ചിയൽ നെർവ്. അത് ഓർത്ത് വെക്കുക, ചിലപ്പോൾ ചോദിക്കാറുണ്ട്. 10th ക്രാനിയൽ നെർവ് വേഗസ് ആണ്. പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. വേഗസ് നെർവ് ഹാർട്ട് ആൻഡ് ഗ്രേറ്റ് തൊറാസിക് ബ്ലഡ് വെസൽസ്, ലാരിങ്സ്, ട്രക്കിയ, ബ്രോങ്കി ആൻഡ് ലങ്സ്. അപ്പൊ ആ ഏരിയയിലൊക്കെ നമ്മൾ വേഗസ് നെർവാണ് ആ ഭാഗത്തേക്കുള്ള ഫംഗ്ഷൻ നിയന്ത്രിക്കുന്നത്. ആക്സസറി നെർവാണ് 11th ക്രാനിയൽ നെർവ്. മസിൽസ് ഓഫ് ഫാരിങ്സ് ആൻഡ് ലാരിങ്സ്. ഹൈപ്പോഗ്ലോസൽ നെർവാണ് മസിൽസ് ഓഫ് ടങ്. ലാസ്റ്റ് ക്രാനിയൽ നെർവ് ഏതെന്ന് ചോദിച്ചാൽ ഹൈപ്പോഗ്ലോസൽ നെർവാണ് ലാസ്റ്റ് ക്രാനിയൽ നെർവ്, മസിൽസ് ഓഫ് ടങ്. അപ്പൊ ഇത്രയൊക്കെയാണ് ക്രാനിയൽ നെർവ്സിന്റെ ഏകദേശമായിട്ടുള്ള ഒരു ഓവറോൾ ഐഡിയ. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ബൈഹാർട്ട് ആക്കി വെക്കുക. പ്രത്യേകിച്ചും ലാസ്റ്റ് ക്രാനിയൽ നെർവോട് ഒന്ന് ഓർത്ത് വെക്കുക. അതുകൂടാതെ തന്നെ 10th, 7th, 5th ഹൈപ്പോഗ്ലോസൽ നെർവാണ് ലാസ്റ്റ് ക്രാനിയൽ നെർവ്. മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് പോയിന്റ്സും നോക്കാം. അപ്പൊ അധികം സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. വീഡിയോയിൽ ആരെങ്കിലും പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ചും സ്റ്റാഫ് നേഴ്സ് എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ വന്നിട്ട് നേഴ്സ് ക്യൂൻ എന്ന് സെർച്ച് ചെയ്തിട്ട് അവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക, ഞാൻ നിങ്ങളെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹോസ്പൈസ് ഈസ് ദ ട്രീറ്റ്മെന്റ് കൺസെപ്റ്റ് ഫോർ ഓപ്ഷൻ ടെർമിനലി ഇൽ ക്യാൻസർ പേഷ്യൻസ്, സൈക്കാട്രിക് പേഷ്യൻസ്, കാർഡിയാക് പേഷ്യൻസ്, ഓൾ ഓഫ് ദീസ്. Correct answer is
terminally ill cancer patients. Hospice is the treatment concept for terminally ill cancer patients. Hospice എന്ന് പറയുമ്പം we have to care the patient emotionally and spiritually. എന്താണ് അവരുടെ നീഡ്, അവർക്ക് എന്താണ് ആവശ്യം, എക്സാമ്പിൾ പെയിൻ റിലീഫ് കൊടുക്കണമെങ്കിൽ അങ്ങനത്തെ രീതിയിൽ, എസ്പെഷ്യലി നമുക്ക് എൻഡ് സ്റ്റേജ് ഓഫ് ഡിസീസിലാണ് കൊടുക്കുന്നത്. അഡ്വാൻസ്ഡ് സ്റ്റേജ് ഓഫ് ക്യാൻസർ, അതുപോലെ ചില അൽഷിമേഴ്സ് രോഗികൾ, ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനെ നമുക്ക് ഹോസ്പൈസ് ട്രീറ്റ്മെന്റ് എന്ന് പറയാം. സൈക്യാട്രിക് ഡിസോർഡേഴ്സ് എല്ലാം തന്നെ എൻഡ് സ്റ്റേജ് അല്ല, അതുപോലെ ഹാർട്ട് ഡിസീസും എൻഡ് സ്റ്റേജിൽ ഉൾപ്പെടുത്താവുന്നതല്ല. സോ ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജു ഈസ് റീസെന്റ് ഡയഗ്നോസ്ഡ് വിത്ത് മെറ്റാസ്റ്റാറ്റിക് ലങ് ക്യാൻസർ. വാട്ട് ഈസ് ദ എക്സ്പെക്റ്റഡ് റിയാക്ഷൻ ഫ്രം ഹിം? ഓപ്ഷൻസ്: ഡെനിയൽ, ആങ്കർ, ഡിപ്രഷൻ, ആക്സെപ്റ്റൻസ്. കറക്റ്റ് ആൻസർ ഈസ് ഡെനിയൽ ആണ്. രാജു റീസെന്റ് ഡയഗ്നോസ്ഡ് ആയി മെറ്റാസ്റ്റാറ്റിക് ലങ് ക്യാൻസർ ആണെന്ന്. അങ്ങനെയുള്ള ഒരു സമയത്ത് നമുക്ക് ആദ്യം വരുന്നത് ഡെനിയൽ എന്നുള്ള റിയാക്ഷൻ ആണ്. അതായത് ഇങ്ങനെ ഒരു അസുഖം എനിക്കില്ല എന്ന് തള്ളി പറയുക, അത് എനിക്ക് എൻ്റെ അസുഖമല്ല, എനിക്ക് അങ്ങനത്തെ അസുഖം ഇല്ല എന്ന് പറയുകയാണ്. അത് വിശ്വസിക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് കുബ്ലർ റോസ് എന്നുള്ള അമേരിക്കൻ സൈക്യാട്രിസ്റ്റിന്റെ ഒരു ഗ്രീഫ് തിയറിയാണ്. അതായത് ഡ എന്നുള്ള ഒരു വാക്ക് ആലോചിക്കുക. ഫസ്റ്റ് നമുക്ക് ഗ്രീഫ് തിയറി എന്ന് പറയുമ്പം നമ്മുടെ ലൈഫ് സിറ്റുവേഷൻ, ഇപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും സംഭവങ്ങൾ, നമ്മുടെ മനസ്സിലേക്ക് വരുന്ന റിയാക്ഷൻസ്, ആദ്യമായിട്ട് ഇപ്പം നമ്മളൊരു ക്യാൻസർ വന്ന് നിർണയിച്ചാൽ ഫസ്റ്റ് നമുക്ക് ഡെനിയൽ, അത് വിശ്വസിക്കാൻ കഴിയാത്തൊരവസ്ഥ. അടുത്തത് എ വരുന്നത് ആങ്കർ ആണ്, ദേഷ്യം വരും. അതുപോലെ അടുത്ത ബി വരുന്നത് ബാർഗൈനിങ് ആണ്, നമ്മൾ ചിലപ്പോൾ അത് ബാധിക്കും, ഇതെങ്ങനെയാകാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞാൽ ബാധിക്കും. ഡി വരുന്നത് ഡിപ്രഷൻ ആണ്. ദെൻ ഫൈനലി ആക്സെപ്റ്റ്. അപ്പോൾ അങ്ങനെയുള്ള 5 സ്റ്റേജുകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഗ്രീഫ് തിയറി പറയുന്ന 5 സ്റ്റേജുകളാണിത്. അപ്പോൾ കുബ്ലർ റോസ് ആണ് ഗ്രീഫ് തിയറി കൊണ്ടുവന്നത്. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. കുബ്ലർ റോസ്. തിക് യെല്ലോ ഡ്രെയിനേജ് ഫ്രം ദ വൂണ്ട് ഈസ് നോൺ ആസ് സാങ്ഗ്വിനിയസ്, സെറസ് സാങ്ഗ്വിനിയസ്, purulent. Correct answer is purulent. Thick yellow drainage from the wound is called purulent. Sanguineous എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഡീപ്പ് വൂണ്ടിലുള്ള ഫ്രഷ് ബ്ലഡ് ആണ് സാങ്ഗ്വിനിയസ് ഡ്രെയിനേജ് എന്ന് പറയുക. അതായത് ബോഡി ഫ്ലൂയിഡിലൊക്കെ സാങ്ഗ്വിനിയസ് എന്ന് പറയുമ്പോൾ ഒരു ഫ്രഷ് ആയിട്ടുള്ള ബ്ലഡ് ആയിരിക്കും, ഡീപ്പ് വൂണ്ടിൽ നിന്ന് വരുന്നതായിരിക്കും. സെറസ് എന്ന് പറയുമ്പോൾ വാട്ടറി തിൻ ബോഡി ഫ്ലൂയിഡ്സ് ഓർ ബ്ലഡ് ആയിരിക്കും സെറസ് സാങ്ഗ്വിനിയസ് എന്ന് പറയുമ്പോൾ തിൻ വാട്ടറി ആയിരിക്കും, അതുപോലെ പിങ്ക് കളറും ഉണ്ടാവും. ദാറ്റ് ഈസ് സെറസ് സാങ്ഗ്വിനിയസ്. പുരുലൻ മീൻസ് തിക്ക് യെല്ലോ ഡ്രെയിനേജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പെക്റ്റഡ് ലബോറട്ടറി ഫൈൻഡിങ്സ് ഇൻ എ പേഴ്സൺ വിത്ത് റിനൽ ഫെയിലിയർ ഈസ്. ഓപ്ഷൻസ്: ബ്ലഡ് യൂറിൻ നൈട്രജൻ 35 mg/dL, പൊട്ടാസ്യം 4 mg/L. ഓപ്ഷൻ ബി, ബ്ലഡ് pH 7.2, പൊട്ടാസ്യം 6.5 mg/L. ഓപ്ഷൻ സി, ബ്ലഡ് യൂറിൻ നൈട്രജൻ 15 mg/dL, ഇൻക്രീസ്ഡ് സിറം കാൽസ്യം ക്രിയാറ്റിനിൻ 1.0 mg/dL. ഓപ്ഷൻ ഡി, ബ്ലഡ് യൂറിൻ നൈട്രജൻ 45 mg/dL, പൊട്ടാസ്യം 3.5 mg/L. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ബ്ലഡ് pH 7.2, പൊട്ടാസ്യം 6.5 mg/L. റിനൽ ഫെയിലിയറിൽ നമ്മുടെ ശരീരത്തിൽ അസിഡിറ്റി കൂടും. നമ്മുടെ ശരീരത്തിന് അസിഡിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. അതുപോലെ പൊട്ടാസ്യത്തിന്റെ അളവ് കൂടുകയും ചെയ്യും. യുറീമിക് വേസ്റ്റ് അടിഞ്ഞു കൂടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ അസിഡിക്ക് വരികയും, അതായത് pHന്റെ അളവ് കുറയുന്നു. അത് റിനൽ ഫെയിലിയർ കാണുന്നതാണ്. അതുപോലെ തന്നെ പൊട്ടാസ്യത്തിന്റെ അളവ് കൂടുകയും ചെയ്യുന്നു. സോ പൊട്ടാസ്യത്തിന്റെ അളവ് കൂടുതലാണ്. നിങ്ങൾ ഈ നോർമൽ വാല്യൂ ഒന്ന് കണ്ടു പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, triad symptoms in nephrotic syndrome include all except proteinuria, hypoalbuminemia, edema, weight loss. Triad symptoms in nephrotic syndrome. Correct answer is weight loss. Triad symptoms സാധാരണ നെഫ്രോട്ടിക് സിൻഡ്രത്തിന് പറയുമ്പോൾ പ്രോട്ടീനൂറിയ, ഹൈപ്പോആൽബുമിനീമിയ, എഡിമ ഇതാണ്. നെഫ്രോട്ടിക് സിൻഡ്രം ഏതൊരു പ്രായത്തിൽ വരാമെങ്കിലും സാധാരണ 2 to 5 years ചൈൽഡ് ഗ്രൂപ്പിനാണ് സാധാരണ വരാറ്. എസ്പെഷ്യലി ദ മെയിൻ സിംറ്റം എന്ന് പറയുമ്പോൾ പ്രോട്ടീനൂറിയാണ്. അതായത് യൂറിനിലൂടെ പ്രോട്ടീൻ പാസ് ചെയ്യുന്ന അവസ്ഥയാണ്. ഡെയിലി മോർ ദാൻ 3.5 gram പ്രോട്ടീൻ നഷ്ടപ്പെടുന്നുണ്ട് യൂറിനിലൂടെ പെർ 24 hours.
അതുപോലെ തന്നെ ഹൈപ്പോ ആൽബുമിനീമിയ, ബ്ലഡിൽ ആൽബുമിന്റെ അളവ് കുറവും ഹൈപ്പർ ലിപ്പിഡീമിയ ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. ഹൈപ്പർ ലിപ്പിഡീമിയ എന്ന് പറയുമ്പോൾ ഫാറ്റ് കണ്ടൻസ് അളവ് ബ്ലഡിൽ കൂടുന്ന അവസ്ഥയാണ്. ദെൻ എഡിമ നമുക്ക് ചെറിയ കുട്ടികളൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഈ കണ്ണിന്റെ ഇവിടെയും ഫേസിലും ആംഗിൾസിന്റെ ഭാഗത്തും ഒക്കെ ആയിട്ട് എഡിമ വരുന്നത്, സ്വെല്ലിങ് വരുന്നത്. വെയിറ്റ് കൂടുകയാണ് ചെയ്യുന്നത്, വെയിറ്റ് ലോസ് അല്ല, വെയിറ്റ് കൂടുകയാണ്. ബിക്കോസ് ഫ്ലൂയിഡ് റിട്ടൻഷൻ വരുമ്പോൾ നമ്മുടെ വെയിറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. സോ നെഫ്രോട്ടിക് സിൻഡ്രത്തിന്റെ സിംറ്റംസ് ആണ് ഇതൊക്കെ. 50,000 കുട്ടി ജനിക്കുകയാണെങ്കിൽ അതിന് ഒരു കുട്ടിക്ക് നെഫ്രോട്ടിക് സിൻഡ്രം ഉണ്ട് എന്നാണ് നമ്മൾ പുതിയ കണക്കിൽ അറിയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഈസ് ആൻ അലോഗ്രാഫ്റ്റ്, ഐസോഗ്രാഫ്റ്റ്, സെനോഗ്രാഫ്റ്റ്, സിനർജിക് ഗ്രാഫ്റ്റ്? കറക്റ്റ് ആൻസർ ഈസ് അലോഗ്രാഫ്റ്റ്. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഈസ് അലോഗ്രാഫ്റ്റ്. അലോഗ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിവിജ്വലിൽ നിന്ന് മറ്റൊരു ഇൻഡിവിജ്വലിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു. കിഡ്നിയോ ലിവറോ ഒക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിനോ സെയിം സ്പീഷ്യസ് ട്രാൻസ്പ്ലാന്റിങ് വൺ ഓർഗൻ ടു അതർ ഇൻഡിവിജ്വൽ, ദാറ്റ് ഈസ് അലോഗ്രാഫ്റ്റ്. നമ്മൾ ഒരാളുടെ നിന്നും മറ്റൊരാളുടെ ശരീരത്തിലേക്ക്, സാധാരണ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ അലോഗ്രാഫ്റ്റ് ആണ്. നമ്മൾ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും വേറൊരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് മാറ്റി വെക്കുന്നതിന് അലോഗ്രാഫ്റ്റ് എന്ന് പറയാം. സെയിം സ്പെഷ്യസിലുള്ളതാണ്, മനുഷ്യന്മാർ തന്നെയാണ്. ക്സെനോഗ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് സ്പേഷ്യസിൽ നിന്ന് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക. ഉദാഹരണം പറയുകയാണെങ്കിൽ പിഗിന്റെ ഹാർട്ട് വാൽവ്സ് ഹ്യൂമണിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുന്നതിന് ക്സെനോഗ്രാഫ്റ്റ് എന്ന് പറയാം. അതായത് മറ്റൊരു ജീവിയുടെ ശരീരത്തിൽ നിന്നും ഡിഫറെന്റ് സ്പീഷ്യസ് ആണല്ലോ, അതുകൊണ്ട് തന്നെ. ദെൻ ഐസോഗ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം മോണോസൈഗോട്ടിക് ടിൻസ് ഉണ്ട്, ഒരേപോലത്തെ ടിൻസ് ഉണ്ട്. അവരുടെ ശരീരത്തിൽ നിന്നും ഒരാളുടെ ശരീരത്തിൽ നിന്നും സ്കിന്ന് വേറൊരാളുടെ ശരീരത്തിലേക്ക് മാറ്റി വെക്കുക, അല്ലെങ്കിൽ കിഡ്നി മാറ്റി വെക്കുക, ഇതിനൊക്കെ ഐസോഗ്രാഫ്റ്റ് എന്ന് പറയാം. സിനർജിക് ഗ്രാഫ്റ്റും അത് തന്നെയാണ്, ഐഡന്റിക്കൽ ടിൻസിൽ മാറ്റി വെക്കുന്നതാണ് സിനർജിക് ഗ്രാഫ്റ്റ്. ഇനി ഓട്ടോഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ ഇപ്പൊ സെൽസോ ടിഷ്യൂസോ സ്കിന്നോ ഒക്കെ മാറ്റി വെക്കുന്നു, ഒരാളുടെ ശരീരത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ബോൺ മാരോ സെൽസ് നമ്മൾ എടുത്തു വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ആ ഒരു പേഷ്യന്റിന് ചിലപ്പം കീമോതെറാപ്പിക്ക് പോകേണ്ടി വരും. അപ്പം കീമോതെറാപ്പിക്ക് പോയി വന്നതിന് ശേഷം അതേ സെൽസ് തന്നെ ആ പേഷ്യന്റിലേക്ക് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ എടുത്തു വെച്ച സെൽസ് തന്നെ സ്വയം നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ ഇഞ്ചെക്ട് ചെയ്യുന്നു. അതൊരു ഓട്ടോഗ്രാഫിന് ഉദാഹരണമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സർജറി ഇൻവോൾവിംഗ് റിനൽ പെൽവിസ് ഈസ് പൈലോറോപ്ലാസ്റ്റി, യുറിത്രോപ്ലാസ്റ്റി, ലിത്തോട്രിപ്സി, പൈലോപ്ലാസ്റ്റി? കറക്റ്റ് ആൻസർ ഈസ് പൈലോപ്ലാസ്റ്റി. സർജറി ഇൻവോൾവിംഗ് റിനൽ പെൽവിസ് ഈസ് പൈലോപ്ലാസ്റ്റി. റിനൽ പെൽവിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കിഡ്നിയുടെ ഭാഗത്ത്, ആ പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കിഡ്നിയുടെ ഭാഗത്ത് നമുക്ക് യൂറിൻ ഒക്കെ കളക്ട് ചെയ്യുന്ന ഭാഗമാണ്. യൂറത്രയിലേക്ക് പോകുന്ന ആ ഒരു ഭാഗത്തുള്ള ഒരു പാർട്ടാണ് റിനൽ പെൽവിസ്. എല്ലാ ഭാഗത്തു നിന്നും വരുന്ന യൂറിൻ കളക്ട് ചെയ്യുന്ന ഒരു പാർട്ടായിട്ട് ഒരു റിനൽ പെൽവിസിനെ നമുക്ക് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അൺകോർഡിനേറ്റഡ് മൂവ്മെന്റ് ഓഫ് ദ എക്സ്ട്രിമിറ്റീസ് in a patient with a traumatic brain injury is termed as dystonia, apraxia, ataxia, dyskinesia. Uncoordinated movement of the extremities after brain injury is called ataxia. അപ്പോൾ അറ്റാക്സിയ ആണ്. അൺകോർഡിനേറ്റഡ് ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് ആണ് അറ്റാക്സിയ. അപ്രാക്സിയ എന്ന് പറയുമ്പോൾ അൺഏബിൾ ടു പെർഫോം ആക്ഷൻ എന്ന് പറയാം. അപ്രാക്സിയ എന്ന് പറയുമ്പോൾ അൺഏബിൾ ടു പെർഫോം ആക്ഷൻ, നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഉദാഹരണത്തിന് ഒരു ഷൂവിന്റെ ലൈസ് കെട്ടാൻ പറ്റാത്തൊരവസ്ഥ, ആ ഒരു ബ്രെയിൻ ഇഞ്ചുറി മൂലം അത് സാധിക്കുന്നില്ല. അപ്രാക്സിയ എന്ന് പറയുമ്പോൾ അൺഏബിൾ ടു പെർഫോം ആക്ഷൻ. അറ്റാക്സിയ എന്ന് പറയുമ്പോൾ അൺകോർഡിനേറ്റഡ് മൂവ്മെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫീവർ, ഹെഡേക്ക് ആൻഡ് ന്യൂക്കൽ റിജിഡിറ്റി ആർ ക്ലാസിക് സിംറ്റംസ് സീൻ ഇൻ അൽഷിമേഴ്സ് ഡിസീസ്, ബ്രെയിൻ ആബ്സസ്, മെനിഞ്ചൈറ്റിസ്, പാർക്കിൻസൺസ് ഡിസീസ്? കറക്റ്റ് ആൻസർ ഈസ് മെനിഞ്ചൈറ്റിസ്. മെനിഞ്ചൈറ്റിസിൽ ഹൈ ഫീവർ, ഹെഡേക്ക്, അതുപോലെ ന്യൂക്കൽ റിജിഡിറ്റി, നെക്ക് സ്റ്റിഫ്നെസ്സും ഉണ്ടാവും. അതുപോലെ മെയിൻ ആയിട്ടുള്ള രണ്ട് സൈനാണ് കെർണിക് സൈൻ, ബ്രൂഡ്സിൻസ്കി സൈൻ. അത് രണ്ടും മറക്കരുത്, മെനിഞ്ചൈറ്റിസിലുള്ളതാണ്. അത് ഓർക്കാൻ എളുപ്പമുണ്ട്. ബ്രൂഡ്സിൻസ്കി സൈനിലാണ് നെക്ക് ഇൻവോൾവ്മെന്റ്, നെക്ക് സ്റ്റിഫ്നെസ് ഉള്ളത് ബ്രൂഡ്സിൻസ്കി സൈനിലാണെന്ന് പഠിച്ചാൽ മതി. കെർണിക് സൈനിൽ ഹാംസ്ട്രിങ് മസിലിന് ഒരു സ്റ്റിഫ്നെസ് വരികയാണ് ചെയ്യുന്നത്. ഹാംസ്ട്രിങ് മസിൽ മൂവ് ചെയ്യാനുള്ള പറ്റാത്തൊരവസ്ഥയാണ്. രണ്ടൊന്ന് പഠിക്കുക. പോസിറ്റീവ് ബ്രൂഡ്സിൻസ്കി സൈൻ, that is severe neck stiffness causes a patient hips and knees to flex. Kernick sign, when the patient is lying with the thigh flexed on the abdomen, the leg cannot be completely extended.
സോ ഹാംസ്ട്രിങ് മസിലിനെ അഫക്റ്റ് ചെയ്യുന്ന സൈൻ ഏതാന്ന് ചോദിച്ചാൽ കെർണിക് സൈൻ ആണ്. അത് രണ്ടും മാറിപ്പോരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെസ്വെൻ സൈൻ ഈസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ഓപ്ഷൻസ് സെറിബ്രൽ പാൾസി, മെന്റൽ റിട്ടാർഡേഷൻ, ഹൈഡ്രോകെഫാലസ്, മെനിഞ്ചൈറ്റിസ്. കറക്റ്റ് ആൻസർ ഈസ് ഹൈഡ്രോകെഫാലസ്. മെയ്സ്വെൻ സൈൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോകെഫാലസിൽ നമ്മൾ കാണുന്ന ഒരു സൈൻ ആണ്. പെർക്കഷൻ ഓർ ടാപ്പിംഗ് ഓഫ് ദ സ്കൾ, യു ക്യാൻ ഹിയർ എ റിസൊണന്റ് സൗണ്ട്. ആ ഒരു നമ്മൾ സ്കളിൽ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സൗണ്ട് കേൾക്കുക. ആ സൗണ്ടാണ് മെസ്വെൻ സൈൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ക്രാക്ക്ഡ് സ്പോട്ട് സൗണ്ട് എന്നും പറയാറുണ്ട്. ക്രാക്ക്ഡ് സ്പോട്ട് സൗണ്ട് എന്ന് ചോദിച്ചാൽ ഹൈഡ്രോകെഫാലസിലുള്ള മെസ്വെൻ സൈൻ തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നേഴ്സ് ഹാസ് ടു ഇൻസെർട്ട് എ നാസോഗാസ്ട്രിക് ട്യൂബ് ടു എ സ്ട്രോക്ക് ലൈൻ and understands that the best position for the insertion of low Fowler's position, high Fowler's position, Sims position, Trendelenburg position. Correct answer is high Fowler's position. അപ്പം സ്ട്രോക്ക് പേഷ്യൻസിന് നാസോഗാസ്ട്രിക് ട്യൂബ് നമ്മൾ ഇടുന്ന ബെസ്റ്റ് പൊസിഷൻ ആണ് ഹൈ Fowler's പൊസിഷൻ. ബിക്കോസ് ദർ മേ ബി എ ചാൻസ് ഓഫ് ആസ്പിരേഷൻ. എപ്പോൾ വേണമെങ്കിലും ആസ്പിരേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഹൈ Fowler's പൊസിഷനിലാകുമ്പോൾ നമുക്ക് ആ ഒരു എയർവേ വളരെ ക്ലിയർ ആയിരിക്കും. സോ ദാറ്റ് ഈസ് ദ റീസൺ യു ഷുഡ് ബി പ്ലേസ് ദ പേഷ്യൻ്റ് ഇൻ എ ഹൈ Fowler's പൊസിഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കോമൺ സൈഡ് ഇഫക്റ്റ് ഓഫ് ഡ്രഗ് ഫിനറ്റോയിൻ ഈസ് ജിഞ്ചിവൽ ഹൈപ്പർപ്ലേസിയ, ഹിർസ്റ്റൂയിസം, കുഷിങ്ങോയിഡ് അപ്പിയറൻസ്, ബ്ലീഡിംഗ് ഗം. കറക്റ്റ് ആൻസർ ഈസ് ജിഞ്ചിവൽ ഹൈപ്പർപ്ലേസിയ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there will be growth of gums around the teeth. ഫിനറ്റോയിൻ പോലെയുള്ള ഡ്രഗുകൾ സോഡിയം വാൾപ്രേറ്റ് ഒക്കെ കഴിക്കുമ്പോഴും ഉണ്ടാകാറുണ്ട്. നമ്മുടെ ഈ പല്ലിൻ്റെ ഇടയിലുള്ള ടീത്തിൻ്റെ ഇടയിലുള്ള മോണ കുറച്ച് വലുതായിട്ടിരിക്കും, അബ്നോർമൽ ഗ്രോത്ത് ഉണ്ടാവും. അത് മെല്ലെ മെഡിസിൻ റെഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു സൈഡ് ഇഫക്ട്സ് കുറഞ്ഞു വരികയും ചെയ്യുന്നു. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. 12 ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ ചാനലിൽ പുതിയ ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക.